ശരി, ഇങ്ങനെയാണ് വരുന്നത്. പീസ് പീസായിട്ട് നമ്മൾ വെക്കും. നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതൊരു വേറൊരു കോലായിട്ട് ലോകത്ത് തന്നെ നിങ്ങൾ ഒരു വർക്ക് ഒന്നേ ഉണ്ടാവും. അത് വേറെ ആർക്കും ചെയ്തു കൊടുക്കില്ല. 89,000 ഒരു വീട്ടിൽ കൂടുതൽ എല്ലാ ഐറ്റംസും മൊത്തം സാധനം അത് നിങ്ങൾക്ക് F-0 എന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ എടവണ്ണ കുന്നുമ്മൽ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ശ്രീനിവാസൻ ചേട്ടന്റെ പണിശാലയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ശ്രീനിവാസൻ ചേട്ടൻ ചെയ്തെടുക്കുന്ന പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മരങ്ങളിൽ ഉണ്ടല്ലോ, മരങ്ങളിൽ ഒത്തിരി രൂപങ്ങൾ ചെയ്തെടുക്കുന്ന, അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ആ രൂപങ്ങൾ ചെയ്തെടുത്തിട്ടുള്ള ആ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എത്തിപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്, കോഴിക്കോട് ജില്ലയിൽ പൂവാട്ടുപറമ്പിലെ കടോടി ഫർണിച്ചറുള്ള മിദ്ലാജൊക്കെ ഉണ്ട്. നമ്മൾ കുറേ ആയിട്ട് സുഹൃത്തുക്കളാണ്. അദ്ദേഹം വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത്, ശ്രീനിവാസൻ ചേട്ടൻ്റെ ഇത്രയും നല്ല കഴിവുകൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, എല്ലാവരിലേക്കും എത്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ശ്രീനിവാസൻ ചേട്ടൻ ചെയ്യുന്നത് എന്നുള്ളൊരു കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. നേരെ അദ്ദേഹത്തിന്റെ വർക്കിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ ശ്രീനിവാസൻ ചേട്ടൻ. ശ്രീനേട്ടാ, നിങ്ങൾ ഈ ചെയ്യുന്ന ഈ ഒരു വർക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇതിപ്പോ ഞാൻ 7 വർഷത്തോളമായി ഈ വർക്ക് ഇതിലേക്ക്. 7 വർഷം. അപ്പൊ നിങ്ങൾ ഇതിന് മുന്നേ എന്തെങ്കിലും ആർട്ടിസ്റ്റ്? മുന്നേ ഞാൻ ബേസിക്കലി ആർട്ടിസ്റ്റാണ്. കാർട്ടൂൺ ഫീൽഡിൽ ഉണ്ടായിരുന്നു. പിന്നെ 2D കാർട്ടൂൺ ആനിമേഷൻ സിനിമകളൊക്കെ ചെയ്തിരുന്നു. അത് ശരി, അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മനസ്സ് വന്നത്? ഇങ്ങനെ ഇത് എനിക്ക് ഒന്നാമത് ഈ ഇതിന്റെ കഷ്ണങ്ങൾ മുറിച്ചിട്ട് കുറെ പീസുകൾ കാണാനിടയിൽ. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, ഒരു ലെയറുകൾ, അതേമാതിരി ഒരു ടെക്സ്ചർ, അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ക്രൈസ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് വേസ്റ്റ് ആവുന്ന സാധനങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് നല്ല രീതിയിൽ ഇത് എടുത്തുകൂടാന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ തുടങ്ങിയത്. അപ്പം അങ്ങനെ ആദ്യം ഇറങ്ങുമ്പോൾ ഞാൻ ഇത്രയും ഡെവലപ്പ് ആയിരുന്നില്ല. പിന്നെ അതിങ്ങനെ അതിൽ ഡെവലപ്പായി ഇങ്ങനെ മാറിയതാണ്. അല്ല, ഇത് ചെയ്തെടുക്കാൻ ഭയങ്കര ക്ഷമമാണല്ലേ? അത്രയും പണിയുണ്ടല്ലോ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അത് മാത്രം, ഇത് എത്ര ദിവസം എടുക്കും ഒരു വർക്കൊക്കെ തീർക്കാൻ? നമ്മളിപ്പോൾ കുറച്ച് വലിയ ഒരു ഫിഗർ പോർട്രേറ്റ് ടൈപ്പ് സാധനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓൾമോസ്റ്റ് എല്ലാം കൂടി ഒരു 10 ദിവസം എന്തായാലും തീർച്ചയായിട്ടും. 10 ദിവസം എടുക്കും ഒരു വർക്ക് തീർക്കാൻ. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത വർക്കുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പ്രമുഖരുടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. എന്നാലും നിങ്ങളെ വർക്കൊക്കെ ഒന്ന് കാണുന്നത്, നമുക്ക് അതിലേക്ക് തീർച്ചയായിട്ടും. ശ്രീനേട്ടന്റെ പുതിയ വേഷം ഇത്ര നേരം കണ്ട ശ്രീനേട്ടനല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ശ്രീനേട്ടാ, ഇനി നമ്മള് വർക്കുകൾ കാണാൻ പോവാണല്ലേ? ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തൊരു ഭംഗി ഇതൊക്കെ കാണാൻ. നിങ്ങളെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നുള്ളത്. നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട് ഓരോ വർക്കുകളും. നമ്മളെ ലാലേട്ടനും മമ്മൂക്കയും അതേപോലെ സ്റ്റാലിനും ഒക്കെ എല്ലാരും ഉണ്ടല്ലേ കൂട്ടത്തിൽ, എല്ലാരും കൂടിയാണ് ഉള്ളത്. ജീവിതം ആരും ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മളെ മുഖ്യമന്ത്രിക്കുള്ളത് കൊടുത്തു, ഏപ്രിലിൽ കൊടുത്തു. അങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെ ഇതേപോലെ വലിയ രീതിയിൽ തന്നെ വലിയ ഒരു വർക്കായിരുന്നു. വലിയൊരു സദസ്സിൽ മുഖ്യന് എന്നെ കൊടുത്തു. നേരിട്ട് കൊടുത്തു. ഓ, അത് ശരി, അതാണ് ഈ കൂട്ടത്തിലില്ല. ഓക്കെ, അപ്പൊ ഈ കാണുന്ന നമ്മുടെ സ്റ്റാലിന്റെ ഇവരുടെ ഒക്കെ ഇത് കൊടുക്കാൻ വേണ്ടി ഇതൊരു ഓർഡറാണ്. അതെനിക്ക് ഇനി കൊടുക്കാനുള്ളതാണ്. തമിഴ്നാട്ടിലേക്ക് കൊടുക്കാനുള്ളത് തന്നെയാണ്. അങ്ങനെ ആരുടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും? ഏതും തീർച്ചയായിട്ടും. എല്ലാവരും ഫോട്ടോ അയച്ചു തന്നാൽ മതി. ഫോട്ടോ അയച്ചു തന്നാൽ നമുക്ക് അതേപോലെ നമുക്ക് ഇതേപോലെ കൊട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും, ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് സൈസിനൊക്കെ എങ്ങനെ വ്യത്യാസം എങ്ങനെ നിന്നുണ്ടോ? അത് നമുക്ക് ഇതിപ്പോൾ ചെറിയൊരു സൈസിൽ ഒരു A4 സൈസിലൊന്നും ഇത് ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. കാരണം അത് അതിനുള്ളൊരു ലുക്ക് ഉണ്ടാവില്ല. അത്യാവശ്യം ഒരു 1.5 അടി 2 അടി വീതിയിലൊക്കെ ഹൈറ്റിലും ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി അത് നമ്മൾ ചുമരിൽ ചേർത്ത് വെക്കുമ്പോൾ അതൊരു ഗംഭീര ലുക്ക് ആയിരിക്കും, നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഓക്കെ, ഒന്ന് കാണിച്ചു തന്നെ, ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ഒരു വെറൈറ്റിയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് കാണുകയാണെങ്കിൽ ഒരു ഭംഗിയായിരുന്നു. നമുക്ക് മോള് നിങ്ങോട്ട് തുടങ്ങാം. ലാലേട്ടനുണ്ട്, അതുപോലെ മമ്മൂക്കി ഇങ്ങനെ നിന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു വേറൊരു വ്യത്യാസം എനിക്ക് മനസ്സിലായത്, നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതൊരു വേറൊരു കോലായിട്ട് വുഡിന്റെ വുഡിന്റെ ഷെയ്ഡ്സ് ആണ് നമുക്ക് പിന്നെ അത് ഫീൽ ചെയ്ത. ദൂരേക്ക് പോകുന്ന സമയത്ത് ശരിക്കും അതിന്റെ ആ ഒരു ഫീൽ കിട്ടും. നമ്മൾ ഏത് പിക്ചറും നമ്മൾ കുറച്ച് വിട്ടു നിന്ന് കാണണല്ലോ, അടുത്തല്ലോ. പിക്ചർ ഏത് പിക്ചറും ഒരു അതിനനുസരിച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഇത് പ്രത്യേകിച്ച് കൊത്തിയെടുക്കുന്നതുകൊണ്ട് കുറച്ച് ദൂരെ നിൽക്കുമ്പോൾ യഥാർത്ഥ ഭംഗി ഫീൽ ചെയ്തല്ലേ. പക്ഷെ ഇത് ഈ കാണുന്നതൊക്കെ കുറച്ചുകൂടെ അടുത്ത് ചെല്ലുമ്പോൾ അതിന്റെ ഒരു ഭംഗി തന്നെ ഉണ്ട് കാണാൻ. അതിൽ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഞാൻ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ ചെയ്തെടുക്കുന്ന വർക്കുകളൊക്കെ ഒറ്റ പലകയിലാണ് ചെയ്യുന്നത്? അല്ല, നമ്മൾ ഇത് ഒരുപാട് പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പീസ് പീസായിട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണ് കാണിച്ചു തരാം. ഇപ്പൊ ഇത് കണ്ടില്ലേ? ഓ, അത് ശരി, ഇങ്ങനെയാണ് വരുന്നത്. പീസായിട്ട് നമ്മൾ വെക്കുന്നത്. പീസ് ആകുമ്പോൾ ഇതിൽ കുറെ ടെക്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, മരത്തിന് പല ടെക്സ്റ്റേഴ്സും കളേഴ്സും ഉണ്ട്. ഓരോ ഷെയ്ഡുകൾ അതൊന്ന് തിരിച്ചു വെച്ചാൽ നേരെ മുന്നേ. ഓ, അത് ശരിയാ, പറഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു കാര്യം മനസ്സിലായത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ നല്ലൊരു കളർഫുൾ ആയിട്ട് ആ ഒരു മരത്തിൽ തന്നെ വരികയാണല്ലോ. അതന്നെ കാര്യം. അപ്പൊ ഇതിന് നല്ല പണിയുണ്ടല്ലോ ഇത് ചെയ്തെടുക്കാൻ. ഇതെല്ലാം അങ്ങനെ ഓരോ പീസുകളാണ്, എല്ലാം പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോ മെസ്സി
മെസ്സി ആ ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ജേഴ്സിന്റെ ടെന്ന് വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇത് നമ്മുടെ ഒരു ഗ്രീക്ക് ദേവതയാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ ചെറിയ പീസ് അതെ, പീസ് വെച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇതൊക്കെ ക്ലോക്കുകളാണ്. ഇതൊക്കെ വെറൈറ്റി സാധനങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് ഇത് പുറത്തു പോയാൽ കിട്ടാത്ത സാധനങ്ങളാണ്. ഇത് നമ്മൾ ഒരു സാധനം ഒരിക്കൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. രണ്ടാമത്തെ ഒരു പിന്നെ കോപ്പി നമ്മൾ ഉണ്ടാക്കുന്നേ ഇല്ല. ലോകത്ത് തന്നെ നിങ്ങൾ ഒന്നേ ഉണ്ടാവും, വേറെ ആർക്കും ചെയ്തു കൊടുക്കില്ല. ഇല്ല. പിന്നെ ഇത് കണ്ടില്ലേ, ഇപ്പൊ ഇത് പിന്നെ കലാമണ്ഡലം, പിന്നെ ക്ലോക്കുകൾ, ഇതിലൊക്കെ ക്ലോക്കുകൾ വരുന്നത് അല്ലേ? ഇതൊക്കെ ഒരു വെറൈറ്റി ആയ സംഭവമാണ്. ഇത് ചെറിയൊരു വർക്കല്ലേ? കീ ഹോൾഡർ. ഓക്കെ. ഇത് ഇങ്ങനെ ചെയ്തു കൊടുക്കും. കീ ഹോൾഡർ പല ടൈപ്പിലും കീ ഹോൾഡേഴ്സ് ഉണ്ട്. ഓക്കെ. പറയുമ്പോൾ നമ്മൾ അധികം നമ്മളൊരു മെസ്സേജും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ അധികം ചെയ്യാൻ ഉദ്ദേശിക്കാറ്. ഇത് ഗാന്ധിയുടെ സിഗ്നേച്ചർ തന്നെയാണ് സംഭവം. മഹാത്മാജിയുടെ സിഗ്നേച്ചർ അതിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ? ഓ, ഇത് ഗംഭീര സംഭവമാണല്ലോ. ലാസ്റ്റ് സപ്പറാണ്. ലാസ്റ്റ് സപ്പറിന്റെ അടിപൊളിയായിട്ടുണ്ട് ഈ സംഭവം. ഈ ഒരു വർക്ക് നല്ല അൽഹംദുലില്ലാന്നാണ്. ഇത് പിന്നെ എന്താ പറയാ, ഇത് വരച്ചതാണ്, എഴുതിയെടുത്താണ്. ഇത് അതിന്റെ ഉള്ളിൽ വരച്ചത്, ബാക്കി ഡിസൈൻ ആണ് മരത്തിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ? വാവ്, ഇത് ഗംഭീരായിട്ടുണ്ട്. ഇതെന്താ കപ്പ് മേലേന്ന് കോഫി ഒഴിക്കുകയാണ്. ഇത് നമ്മളെ റെസ്റ്റോറന്റുകൾക്ക്, കഫേകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലേ? ഇത് ശരിക്കും നിങ്ങൾ തന്നെയാണോ ഇത്? ഞാനൊരു പഴയ രൂപത്തിലുള്ള പഴയ ശ്രീയേട്ടനാ ഇത്? ഇതാവുമ്പോ എന്റെ കയ്യിൽ തന്നെ കാണും. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴാണെങ്കിൽ കാണിച്ചു തരാൻ പറ്റുമല്ലോ. അപ്പൊ ഇതെന്താന്ന് വെച്ചാല്, ഇത് പിന്നെ നമ്മൾക്ക് പിന്നെ മാരേജിന്റെ, ബർത്ത്ഡേ, ഇങ്ങനത്തെ ഗിഫ്റ്റുകൾക്കായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഫോട്ടോ, കുട്ടികളുടെ ഫോട്ടോ ആണെങ്കിലും വലിയൊരു ഫോട്ടോ ആണെങ്കിലും ഏത് ഫോട്ടോ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. കല്ലും മരവും പിന്നെ ഇരുമ്പൊക്കെ ഉണ്ട് അതില്, എല്ലാവരും ഉണ്ട്. അത് കല്ലിനെ കൊണ്ടാണ് ഒരു മനുഷ്യന്റെ രൂപം ചെയ്തിരിക്കുന്നത്. സൈക്കിൾ പോവാണ്. ശരിക്കും സ്റ്റോൺ ആർട്ടാണ്. ഇത് ടൈഗറാണ്, കണ്ടംപററി ടൈഗറാണ്. ടൈഗർ ആയതിലുള്ള ഇത് രണ്ട് ഭാഗവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. തിരിച്ചു മറിച്ച് രണ്ട് ഭാഗത്തും യൂസ് ചെയ്യാം. മേശപ്പുറത്ത് വെച്ചാൽ നമുക്ക് രണ്ട് വ്യൂ കിട്ടും. വരുന്നവർക്ക് ഒരു വ്യൂ കിട്ടും, പോണൊരു വ്യൂ. ഇത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ഒരു പെയിന്റിംഗ് ആണ്. നമുക്ക് ഈ ബ്ലാക്ക് ഒക്കെ കൈകളായിട്ട് കാണാൻ പറ്റും. താഴോട്ടുള്ള അത് മുകളിൽ ഇത് പിടിക്കുന്നതാണ്. ഇത് വിത്താണ്, ഇത് ചെടിയാണ്. നമുക്ക് ഇങ്ങനെയും പിടിക്കാം, ഇത് ഇങ്ങനെയും പിടിക്കാം. ഇത്ര നേരം നിങ്ങൾ കണ്ട ഈ വർക്കുകൾ കംപ്ലീറ്റ് നമ്മൾ പ്രദർശിപ്പിച്ച് വെച്ചിരിക്കുന്നത് കടോടി ഫർണിച്ചറിൽ അല്ലേ? കടോടി ഫർണിച്ചർ മിദ്രാജ് ഖാന്റെ ഷോപ്പാണ് വരുന്നത്, ഫർണിച്ചർ ഷോപ്പ് അല്ലേ? ഇത് കറക്റ്റ് ഇത് എവിടെ സ്ഥലം വരുന്നത്? കോഴിക്കോട് ജില്ലയില് പൂവാട്ടുപറമ്പ് കല്ലേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പ് വരുന്നത്. ഈ ഷോപ്പ് വരുന്നത്, ഈ ഷോപ്പിലേക്ക് ഒരു ദിവസം യാദൃശ്ചികമായിട്ട് വന്ന ഒരാളാണ് നമ്മളെ ശ്രീനിയേട്ടൻ. അത് കോമഡി. നിങ്ങൾക്ക് പരിചയമില്ല? ഒരു പരിചയമില്ല. ഒരു ദിവസം കുറച്ചൊരു കീ ഹോൾഡറും കുറച്ചൊരു ചിരട്ടന്റെ കുറച്ച് ഐറ്റംസ് ആയിട്ട് വന്ന്, അപ്പൊ ഞാൻ യാദൃശ്ചികമായിട്ട് വന്നപ്പോ എനിക്ക് വലിയ സംഭവം തോന്നില്ല. പിന്നെ കണ്ടപ്പോ ഒന്നും തോന്നിയൊന്നുമില്ല. പക്ഷെ ആളെ കഴിവ് കണ്ടപ്പോ ആകെ ഞെട്ടിപ്പോയി. അപ്പൊ മൂപ്പര് ഇതേപോലെ കുറച്ച് ഗാന്ധിജി ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മൂപ്പര് അടുത്ത് സ്റ്റോറില്ല. അപ്പൊ മൂപ്പരൊന്നും കൊണ്ട് കൊണ്ടുവന്നൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ മരത്തിൽ നീ എന്തെന്നാലും ഞാൻ കൊത്തിത്തരും. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു വ്യക്തിയാണ്. കാരണം നമ്മൾ ഫർണിച്ചർ ആയതുകൊണ്ട് ഒരുവിധം കുറേ ആശാരിമാരായിട്ട് പരിചയമുണ്ട്, ഒരുപാട് ആൾക്കാരായിട്ട് പരിചയമുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു കഴിവുള്ള ഒരാൾ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളാരും അറിയപ്പെടുന്നില്ലല്ലോ, ഇങ്ങനത്തെ ഒരു കഴിവുണ്ടായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അറിയപ്പെടണമെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിന് ഇന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു തരാം. അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ ഇവിടെ വെച്ച് കുറച്ച് സാധനം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇവിടുന്ന് കിട്ടൂല ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ? തീർച്ചയായും. കാരണം ഞാൻ മൂപ്പർക്ക് തന്നെ ഒരു ഷോപ്പ് കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് മൂപ്പർക്ക് ഒരു ഔട്ട്ലെറ്റ് മാറി. കാരണം മൂപ്പർ എല്ലാ സാധനങ്ങളും അവിടെ ഡിസ്പ്ലേയിൽ ഉണ്ടാവും. കാരണം മൂപ്പര് പറയുന്നത് വെച്ചാൽ യൂസുഫ് അലിനെ വരച്ചു കൊടുത്തെന്ന് പറയുന്നത്, ഗവർണർ ആയാലും മുഖ്യമന്ത്രി ആയാലും ഓരോരുത്തരുടെ വീട്ടിൽ ചെത്ത് ചെയ്താൽ മൂപ്പര കലാപ്രതിഭാണ് അവിടെ വീട്ടിലുള്ളത്. കാരണം അത്രയും കഴിവുള്ള ഒരാളെ എല്ലാവരിലേക്ക് എത്തിക്കുക, നിങ്ങൾ ത്രൂ എത്തിക്കുക എന്നുള്ള എൻ്റെ ഒരു ലക്ഷ്യം. കാരണം അതാവുമ്പോൾ ഓരോരു ഫേമസ് ആവും. കാരണം ഈ ഒരു വ്യക്തിനെ അറിയപ്പെടണം. ദൈവികമായിട്ട് കിട്ടുന്നത് നമ്മളെ കേരളത്തിൽ എത്ര ആൾക്കാർ പണിക്കെടുക്കുന്നുണ്ട്. ഈ ഒരാളോട് പണിക്കാരനോട് പറഞ്ഞാൽ ചെയ്യാൻ കഴിയില്ല. നിമിത്തങ്ങളിൽ വിശ്വസിക്കാം. അതെ അതെ, തീർച്ചയായിട്ടും. നല്ലൊരു സൗഹൃദം. മിദ്രാജ് ഖാന്റെ ഇവിടുത്തെ ഈ ഒരു സ്ഥാപനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഇത് വലിയൊരു ഷോറൂം ആണല്ലോ, ചെറുതല്ലോ. മെയിനായിട്ട് വരുന്നത് നമുക്കിപ്പോ ഈ സെക്ഷൻ ആയിട്ട് തന്നെ ഫുള്ളായിട്ട് സോഫകൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ തൊട്ട് അത്യാവശ്യം പ്രീമിയം സെഗ്മെന്റ് വരെയുള്ള എല്ലാ സോഫകളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യാന്ന് പറഞ്ഞാൽ സോഫ നമ്മൾ എടുക്കുന്ന മര ഇരുള്, നല്ല ഹൈ ക്വാളിറ്റി ക്ലോത്ത്, ആ ലെവലിലാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ഓരോ ഡീപ്പോയ്സ് ആയാലും സിരിച്ചെറ്റ് ആയാലും വാളിലെ ഒരുപാട് ഐറ്റംസ്, നമ്മൾ ഈ വാള് നിറച്ചൊരു ഐറ്റംസ്, ക്ലോക്ക് മുതൽ എല്ലാ ഐറ്റംസും നമ്മളിവിടെ സെയിൽ
ചെയ്യുന്നുണ്ട്. പിന്നെ മുകളിലാണെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ സെറ്റ്, ബെഡ്റൂമിൻ്റെ സെറ്റ്, എവിടെയും വ്യത്യസ്തമായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കാന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അവിടെ. ബെഡ്റൂം സെറ്റ് ആയിട്ട് നിങ്ങൾ ഫുൾ ആയിട്ട് സെറ്റ് ആയിട്ട് കൊടുക്കും. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സാധാരണ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 2 പാക്കേജുകൾ അപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു വീട്ടുകൂടലിൻ്റെ പാക്കേജ് 89,000 ഒരു പാക്കേജ് ഉണ്ട്. കാരണം ഒരു വീട്ടുകൂടലുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. ഡൈനിങ് ടേബിൾ, ചെയർ, കട്ടിൽ, അലമാര, ബെഡ്, സോഫ സെറ്റുകൾ, അപ്പോൾ സിറ്റ് ഔട്ടിലേക്കുള്ള ബെഞ്ച്. ഇപ്പോൾ സാധാരണക്കാരെ ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കൊരു ദിവസം ഒരു കോൾ വന്നു, ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ തരാം 89,000 ഞാൻ സാധനം കൊടുക്കാൻ. അപ്പോൾ സാധനം ഇവിടെ വന്നപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞാൽ തരാം വളരെ ചെറിയ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന നമ്മൾ 89,000 ഒരു വീട്ടിൽ കൂടെ എല്ലാ ഐറ്റംസും മൊത്ത സാധനം അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക. കാരണം ഓരോ ഐറ്റംസ് വീട്ടിൽ ഡൈനിങ് ടേബിൾ ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കുക. സോഫ നമുക്കൊരു പാക്കേജ് 5-6 മോഡലിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ വിറ്റ് നമ്മൾ കൊടുത്തത് കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഇപ്പം 1.5 ലക്ഷം ഫസ്റ്റ് ക്വാളിറ്റി സാധനം. അതുകൊണ്ടല്ലേ ഞാൻ പറയാം തിരഞ്ഞെടുക്കാൻ തന്നെ. ഞാൻ ആ പാക്കേജ് എത്ര ഞാൻ കൊടുത്തു അറിയോ? കാരണം ഒരുപാട് ആൾ നല്ല രീതിയിൽ സ്വീകരിച്ച ഒരു പാക്കേജാണ്. പിന്നെ ഇപ്പോൾ കല്യാണമുള്ള ടീമിനാണെങ്കിൽ ഒരു റൂമിലേക്കുള്ള പാക്കേജ് മൊത്തം ഉണ്ട്. ഒരു 35 രൂപ 40 രൂപയ്ക്ക് റൂമിലേക്ക് ബെഡ് അടക്കം എല്ലാ ഐറ്റംസും സെറ്റാണ് രീതിയിലുള്ള. പിന്നെ അത് മാത്രമല്ല നമ്മൾ 100 കിലോമീറ്ററിന്റെ ഡെലിവറി പാക്കേജ് ഉണ്ട്, 200 കിലോമീറ്ററിന്റെ ഡെലിവറി പാക്കേജ് ഫ്രീ ആയിട്ട് 200 കിലോമീറ്റർ ഡെലിവറി, 100 കിലോമീറ്റർ ഡെലിവറി 2 പാക്കേജ് ആയിട്ട് നമ്മൾ ഇത് കൊടുക്കും. അതിന് ഇത്ര വേണം അങ്ങനെ കണക്കുണ്ടോ? അത് ഞാൻ പറഞ്ഞ ബെഡ്റൂം സെറ്റിന്റെ പാക്കേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഹൗസ് വാമിങ്ങിന്റെ 89% 100 കിലോമീറ്റർ ഡെലിവറി ഫ്രീ ആണ്. ഓ അത് ശരി. 200 കിലോമീറ്റർ ഡെലിവറി വേറെ 5 ബെഡ്റൂം സെറ്റ് നമ്മൾ പുതിയ ഓണത്തിന് ഞാൻ വേറൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ കടോടി ഫർണിച്ചർ യൂട്യൂബ് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഷോപ്പിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. കടോടി ഫർണിച്ചർ യൂട്യൂബിൽ അടിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. പിന്നെ എല്ലാ ഷോപ്പിനെ പറ്റും വെറൈറ്റി കുറേ ഐറ്റംസ് നിങ്ങളുടെ എല്ലാ വെറൈറ്റി. ഞാനൊരു ട്രാവലറാണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ടൊരു പ്രത്യേക കാരണം എനിക്ക് ഒരുപാട് ഐറ്റംസ് ഇവിടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. പ്രത്യേകിച്ചിട്ട് നമ്മുടെ ശ്രീനിയേട്ടൻ ഒരു എന്താ പറയാ നമുക്ക് എന്തായാലും എത്തിക്കണം എല്ലാവരിലേക്കും. അതാണ് എന്റെ ആഗ്രഹം. കാരണം ഞാൻ ഫിറോസ് ഖാനോട് അതാ പറഞ്ഞത്, ശ്രീനിയേട്ട എന്ന വ്യക്തിയുടെ കഴിവാണിത്. കാരണം എല്ലാവർക്കും പറ്റുന്ന ഒരു കഴിവല്ലത്. ഇതിന്റെ പ്രൈസ് എത്ര വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ശ്രീനിയേട്ട? നമ്മള് ചെറിയ ഐറ്റം മുതല് അതങ്ങനെ അപ്പ പോവുകയാണ്. ഓ ചെറിയ റേറ്റ് തന്നെ തുടക്കം എത്ര ഉണ്ടാവും? ഒരു 200-300 രൂപയുടെ സാധനങ്ങൾ വരെ ഉണ്ട്. വർക്കല്ലത് പിന്നെ മൊബൈൽ സ്റ്റാൻഡ് പോലത്തെ സാധനങ്ങളൊക്കെ. അവിടെ നിന്ന് അങ്ങോട്ട് അപ് ടു നമ്മൾ വലിയ ചുമരിൽ വരെ ഇപ്പോൾ വലിയ വീടുകളിലൊക്കെ വലിയ ചുമരിൽ വരെ ഇത് അടിച്ചിട്ട് നമുക്ക് പാനൽ അടിച്ചിട്ട് വർക്ക് ചെയ്ത് ഫുൾ ചുമരിൽ മരം ഇതുപോലെ പല അടിച്ചിട്ട് ചെയ്തു കൊടുക്കാം. അങ്ങനെയും ചെയ്തു കൊടുക്കും. അത് ഏകദേശം 1 ലക്ഷത്തിന് മുകളിലൊക്കെ പോകും. 1, 2, 3 ഒക്കെ പോകും. മൂപ്പരോട് ഞാൻ പറഞ്ഞത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഏരിയ അങ്ങോട്ട് തന്നെ നിങ്ങൾ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യാം. കാരണം നമ്മ കൂടി നിങ്ങളുടെ സാധനങ്ങൾ നല്ല പോലെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. മൂപ്പർക്ക് ഒരു ഡിസ്പ്ലേ സെന്റർ ഇല്ല. കാരണം മൂപ്പർ അവിടെ ഉണ്ടാക്കുന്നത് ഒന്നും അറിയുന്നില്ല. അപ്പം ഞാൻ ഇന്നെ കൊണ്ട് പറ്റുന്ന ഈ ഒരു ചുമര് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് മൂപ്പർ ഐറ്റം മാത്രം ചെയ്തത്. കാരണം ആ സാധനം ഇവിടെ കോഴിക്കോടുള്ളവർക്കും മണ്ണൂരുള്ളവർക്കും ഇവിടെ അടുത്തുള്ളവർക്കും ഒക്കെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ വൃത്തിയിൽ ഈ സാധനങ്ങളെല്ലാം ഇവിടുന്ന് കാണാൻ പറ്റും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കാണാൻ പറ്റിയത് വലിയ സന്തോഷം. എങ്ങനെയുണ്ട് ശ്രീനിയേട്ടന്റെ വിശേഷങ്ങൾ? നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ? മരത്തിൽ ഇത്ര മാത്രം വർക്കുകൾ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അത് ഓരോ ആള് കൃത്യമായിട്ട് ഓരോ ഫേസും നിങ്ങൾ നോക്കി എത്ര കറക്റ്റായിട്ടാണ് അത് ചെയ്തത്. ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു തെറ്റുകൾ പോലും വരാത്ത രീതിയിലാണ് ആ വർക്കൊക്കെ ചെയ്തിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ കടോടി ഫർണിച്ചറിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഡിസൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശ്രീനിയേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കുകൾ. അതിൻ്റെ കൂടെ തന്നെ കടോടിയുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, പരിചയപ്പെടാൻ പറ്റും കേട്ടോ. കാരണം അത്രയും വില കുറച്ചിട്ടാണ് കടോടി ഫർണിച്ചർ മിഥിലാജിക്ക ഇവിടുന്ന് പ്രോഡക്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ, ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഈ കടോടി ഫർണിച്ചർ ചെയ്തു കൊടുക്കുന്നുണ്ട്. 2 കാര്യം കൂടി ഒരു സ്ഥലത്തേക്ക് വന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മിഥിലാജിക്ക നല്ലൊരു കാര്യം തന്നെയാണ് ശ്രീനിയേട്ടൻ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ശ്രീനിയേട്ടൻ്റെ ആ ഒരു വർക്കുകൾ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് തന്നെ കംപ്ലീറ്റ് അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.